وإذا قيل لهم آمنوا بما أنزل الله قالوا نؤمن بما أنزل علينا ويكفرون بما وراءه وهو الحق مصدقا لما معهم قل فلم تقتلون أنبياء الله من قبل إن كنتم مؤمنين. സൂറത്തുൽ ബഖറയിലെ 91-ാമത്തെ ആയത്താണ് ഇപ്പോൾ ഓതി കേൾപ്പിച്ചത്. ഈ ആയത്തിൽ നാം ശ്രദ്ധിക്കേണ്ട ചില നിയമങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. ഒന്നാമതായി ബിമാ അൻസലല്ലാഹ്, അവിടെ ദീർഘിപ്പിക്കേണ്ടതാണ്. അൽ മദ്ദുൽ മുൻഫസിലാണ് നിയമം. 4-5 ഖദ്ർ നീട്ടുക. അൻസലല്ലാഹ്, അവിടെ അൽ ഇഖ്ഫാഉൽ ഹഖീഖിയാണ് നിയമം. സുക്കൂനുള്ള നൂനിന് ശേഷം സായി വന്നു. സായി അൽ ഇഖ്ഫാഉൽ ഹഖീഖിയുടെ അക്ഷരങ്ങളിൽ പെട്ടതാണ്. സുക്കൂനുള്ള നൂനിൻ്റെ ശബ്ദം അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഓതേണ്ടതാണ്. ബിമാ അൻസലല്ലാഹ്. ഖാലൂ നുഅ്മിനു ബിമാ ഉൻസില അലൈനാ, അവിടെയും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അൽ മദ്ദുൽ മുൻഫസിലും ശേഷം അൽ ഇഖ്ഫാഉൽ ഹഖീഖിയുമാണ് നിയമങ്ങൾ. വയക്ഫുറൂന ബിമാ വറാഅഹു, അവിടെ ദീർഘിപ്പിക്കേണ്ടതാണ്. അൽ മദ്ദുൽ മുത്തസിലാണ് നിയമം. അൽ മദ്ദുൽ മുത്തസിൽ എന്ന് പറഞ്ഞാൽ ദീർഘാക്ഷരത്തിന് ശേഷം ഹംസ് ഒറ്റ വാക്കിലായി വന്നാലാണ് അൽ മദ്ദുൽ മുത്തസിൽ എന്ന് പറയുക. നിർബന്ധമായും 4-5 ഖദ്ർ നീട്ടേണ്ടതാണ്. ഖുൽ ഫലിമ തഖ്തുലൂന, അവിടെ ഖൽഖലയാണ് നിയമം. ഖാഫിൻ്റെ മേലെ സുക്കൂന് വന്നതുകൊണ്ട്. ഖുൽ ഫലിമ തഖ്തുലൂന അംബിയാ അല്ലാഹ്, അവിടെ 2 നിയമങ്ങളുണ്ട്. ഒന്ന് അൽ ഇഖ്ലാബാണ്. സുക്കൂനുള്ള നൂനിന് ശേഷം ബാ വന്നു. ഇഖ്ലാബിൻ്റെ അക്ഷരമാണ് ബാ. സുക്കൂനുള്ള നൂനിൻ്റെ ശബ്ദം മീമിൻ്റെ ശബ്ദമാക്കി മാറ്റി മണിച്ചുകൊണ്ട് ഓതേണ്ടതാണ്. അംബിയാ അല്ലാഹ്. അങ്ങനെയാകുമ്പോൾ ഇരു ചുണ്ടുകളും പൂർണ്ണമായും മയത്തോടെ മൃദുലമായി അടച്ചുകൊണ്ട് മണിച്ചുകൊണ്ട് ഓതേണ്ടതാണ്. മിൻ ഖബ്ലു, സുക്കൂനുള്ള നൂനിന് ശേഷം ഖാഫ് വന്നു. അൽ ഇഖ്ഫാഉൽ ഹഖീഖിയാണ് നിയമം. അതോടൊപ്പം തന്നെ നാം മണിക്കുമ്പോൾ കനപ്പിക്കുകയും വേണം. മിൻ ഖബ്ലു, കാരണം ഖാഫ് എന്ന അക്ഷരം കനപ്പിക്കേണ്ട അക്ഷരങ്ങളിൽ പെട്ടതാണ്. അതാണ് അറബിയിൽ തജ്വീദിൻ്റെ ഭാഷയിൽ ഇസ്തിഅ്ലാ എന്ന് പറയുക. ഇൻ കുൻതും, ഈ 2 വാക്കുകളിലും ഇഖ്ഫാഇൻ്റെ നിയമം ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. സുക്കൂണിന് നൂനിന് ശേഷം കാഫ് വന്നു. അതേപോലെ സുക്കൂണിന് നൂനിന് ശേഷം താ വന്നു. താവും കാഫും ഇഖ്ഫാഇൻ്റെ അക്ഷരങ്ങളിൽപ്പെട്ടതാണ്. അതിനുശേഷം സുക്കൂണിന് മീമിന് ശേഷം മീമ് വന്നു. അൽ ഇദ്ഗാമു ഷഫവി അല്ലെങ്കിൽ ഇദ്ഗാമു മുതമാസിലൈൻ സഗീർ എന്നാണ് നിയമത്തിൻ്റെ പേര്. പൂർണ്ണമായും മീമിനെ മീമിൽ ലയിപ്പിച്ചുകൊണ്ട് മണിച്ചുകൊണ്ട് ഓതേണ്ടതാണ്. ഒന്നുകൂടി നമുക്ക് ഈ ആയത്തെ പൂർണ്ണമായും കേൾക്കാം. وإذا قيل لهم آمنوا بما أنزل الله قالوا نؤمن بما أنزل علينا ويكفرون بما وراءه وهو الحق مصدقا لما معهم قل فلم تقتلون أنبياء الله من قبل إن كنتم مؤمنين. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على نبينا محمد وعلى آله وأصحابه أجمعين. أما بعد. സഹോദരങ്ങളെ, ഇന്ന് സൂറത്തുൽ ബഖറയിലെ 91-ാമത്തെ ആയത്തിൻ്റെ പഠനത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്.
وإذا قيل لهم آمنوا بما أنزل الله قالوا نؤمن بما أنزل علينا ويكفرون بما وراءه وهو الحق مصدقا لما معهم قل فلم تقتلون أنبياء الله من قبل إن كنتم مؤمنين. ഇവിടെ ഈ 91-ാമത്തെ ആയത്തിൽ പരാമർശിച്ചിട്ടുള്ള വാക്കാർത്ഥങ്ങൾ വഇദാ ഖീല പറയപ്പെട്ടാൽ ലഹും അവരോട് ആമിനു വിശ്വസിക്കുവിൻ ബിമാ അൻസല അവതരിപ്പിച്ചതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖാലു അവർ പറയുകയായി നുഅ്മിനു ഞങ്ങൾ വിശ്വസിക്കുന്നു ബിമാ ഉൻസില ഇറക്കപ്പെട്ടതിൽ അലൈന ഞങ്ങൾക്ക് വയക്ഫുറൂന അവർ അവിശ്വസിക്കുകയും ചെയ്യും ബിമാ വറാഅഹു അതിനപ്പുറമുള്ളതിൽ വഹുവ അതാകട്ടെ അൽ ഹഖ് യഥാർത്ഥമാണ് മുസദ്ദിഖൻ സത്യമാക്കിക്കൊണ്ട് ലിമ യാതൊന്നിനെ മഅഹും അവരുടെ കൂടെയുള്ള ഖുൽ പറയുക ഫലിമ എന്നാൽ എന്തിന് തഖ്തുലൂന നിങ്ങൾ കൊല്ലുന്നു അംബിയാ അല്ലാഹി അള്ളാഹുവിൻ്റെ നബിമാരെ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരെ മിൻ ഖബ്ലു മുമ്പ് ഇൻ കുന്തും നിങ്ങളാണെങ്കിൽ മുഅ്മിനീൻ വിശ്വാസികൾ. അപ്പോൾ സഹോദരങ്ങളെ, ഈ വാക്കാർത്ഥങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ ഈ ആയത്തിൻ്റെ അർത്ഥം അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ളതിൽ നിങ്ങൾ വിശ്വസിക്കൂ എന്ന് അവരോട് പറയപ്പെട്ടാൽ ഞങ്ങൾക്ക് ഇറക്കപ്പെട്ടതിൽ ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട് എന്ന് അവർ പറയും. അതിനപ്പുറമുള്ളത് അവർ അവിശ്വസിക്കുകയും ചെയ്യുന്നു. അതാവട്ടെ അവരുടെ കൂടെയുള്ളതിനെ സത്യമാക്കിക്കൊണ്ടുള്ള യഥാർത്ഥമാണ് താനും. പറയുക, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ പിന്നെ എന്തിനാണ് മുമ്പൊക്കെ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരെ നിങ്ങൾ കൊലപ്പെടുത്തിയിരുന്നത്? ഇതാണ് 91-ാമത്തെ ആയത്തിൻ്റെ അർത്ഥം. ഇവിടെ സഹോദരങ്ങളെ, ഈ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല മദീനയിൽ ഉണ്ടായിരുന്ന യഹൂദികളെ കുറിച്ച് അവരുമായുള്ള പ്രബോധനത്തിനിടയിൽ യഹൂദികളുടെ നിഷേധ സ്വഭാവം അവർക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന, ഏതൊരാൾക്കും ചിന്തിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പം മനസ്സിലാക്കാൻ കഴിയുന്ന രൂപത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല യഹൂദികളുടെ സത്യനിഷേധം പുറത്തു കൊണ്ടുവരുന്നതാണ് ഈ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്നത്. ഇവിടെ അള്ളാഹു യഹൂദികളെ കുറിച്ച് പറയുന്നത് എന്താ? വഇദാ ഖീല ലഹും ആമിനു ബിമാ അൻസലല്ലാഹ്, അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ളതിൽ, അതായത് ഈ പരിശുദ്ധ ഖുർആനിൽ നിങ്ങൾ വിശ്വസിക്കൂ എന്ന് അവരോട് പറയപ്പെട്ടാൽ ഖാലു നുഅ്മിനു ബിമാ ഉൻസില അലൈനാ, ഞങ്ങൾക്ക് ഇറക്കപ്പെട്ടതിൽ ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട് എന്ന് അവർ പറയും. അതായത് ഞങ്ങൾക്ക് ഇറക്കപ്പെട്ട തൗറാത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട് എന്ന് അവർ പറയും. എന്നാൽ യഥാർത്ഥത്തിൽ അവരുടെ സ്ഥിതി എന്താണ് സഹോദരങ്ങളെ? വയക്ഫുറൂന ബിമാ വറാഅഹു, അതിനപ്പുറമുള്ളത് അവർ അവിശ്വസിക്കുകയും ചെയ്യുന്നവരാണ്. അതായത് അവർക്ക് ഇറക്കപ്പെട്ട തൗറാത്തിൽ വിശ്വസിക്കുന്നവരാണ് എന്ന് പറയുന്ന ഈ കൂട്ടർ അള്ളാഹു അവതരിപ്പിച്ച അതിനപ്പുറമുള്ള പരിശുദ്ധ ഖുർആനിൽ അവിശ്വസിക്കുന്നവരാണ്. എന്നാൽ ആ ഖുർആനാകട്ടെ അത് വഹുവൽ ഹഖ് മുസദ്ദിഖൻ ലിമാ മഅഹും, അതാകട്ടെ അത് അവരുടെ കൂടെയുള്ളതിനെ സത്യമാക്കിക്കൊണ്ടുള്ള യഥാർത്ഥമാണ് താനും. പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് ഈ യഹൂദികളോട് ചോദിക്കുന്നത്. നിങ്ങൾ ഞങ്ങൾക്ക് ഇറക്കപ്പെട്ടതിൽ വിശ്വസിക്കുന്നവരാണ് എന്ന് പറയുമ്പോൾ ഖുൽ, നിങ്ങൾ പറയണം, ഫലിമ തഖ്തുലൂന അംബിയാ അല്ലാഹി മിൻ ഖബ്ലു ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ പിന്നെ എന്തിനാണ് മുമ്പൊക്കെ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരെ നിങ്ങൾ കൊലപ്പെടുത്തിയിരുന്നത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോട് ചോദിക്കുകയാണ്. അങ്ങനെ വളരെ പ്രസക്തമായ ഈ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ 91-ാമത്തെ ആയത്ത് അവസാനിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, ഇതാണ് സൂറത്തുൽ ബഖറയുടെ 91-ാമത്തെ ആയത്തും ഈ ആയത്തിന്റെ അർത്ഥവും അതുപോലെ ഈ ആയത്തിന്റെ മൊത്തത്തിലുള്ള ഒരു ആശയവും. ഇനി ഈ ആയത്തിന്റെ കൂടുതലായുള്ള ഒരു വിശദീകരണം തഫ്സീർ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്ന വ്യാഖ്യാനങ്ങൾ, അത് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്നും ഈ ഒരു പഠനം ഒരു സൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ.